നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. ഫോർ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അവരുടെ ഇമോഷൻസ് ഹൈഡ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോടുള്ള സ്നേഹവും ഫീലിങ്സും അവര് എക്സ്പ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങളോട് താല്പര്യം ഇല്ലായ്കയൊന്നുമില്ല, അതായത് അവർക്ക് നിങ്ങളോട് സ്നേഹം ഇല്ലായ്കയില്ല. അവരുടെ മനസ്സിൽ നിങ്ങളോട് സ്നേഹവും ഇമോഷൻസും എല്ലാം ഉണ്ട്. പക്ഷെ അത് അവര് മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ റിലേഷനിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കാൻ ഇപ്പോഴവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളോട് സ്നേഹവും ഫീലിങ്സും ആത്മാർത്ഥതയൊക്കെ ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് കാണിക്കുന്നുണ്ട്. അവർ കുറച്ച് റൊമാൻറ്റിക് തന്നെയാണ്. പക്ഷെ ആ ഒരു സ്നേഹവും കണക്ഷനും അവര് കംപ്ലീറ്റ്ലി അവരിലേക്ക് തന്നെ, അതായത് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ അലട്ടുന്നതുകൊണ്ട് തന്നെ അവര് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇപ്പൊ ഈ റിലേഷനിൽ ഇങ്ങനെ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്നതെന്നാണ് കാണിക്കുന്നത്. ത്രീ ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഇവിടെ ഒരു തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് ഈ റിലേഷനിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഈ റിലേഷന്റെ കാര്യത്തിൽ എന്നാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവർ ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണെന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഫാമിലിയാണ് ഇതിന് എതിർപ്പായിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഒരു തേർഡ് പേഴ്സൺ ആയിട്ട് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഫാമിലി ഈ റിലേഷന്റെ ഇത് ഒരു ഫ്യൂച്ചറിലോട്ട് പോകുന്നതിന് ഒരു പ്രശ്നമായിട്ട് മാറുമോ, അല്ലെങ്കിൽ ഇതിലൊരു ഫ്യൂച്ചർ ഇല്ലാതെ പോവോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ് അങ്ങനെയുള്ള ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവര് ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂസ് ചെയ്യിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പേഴ്സൺ, അതായത് നിങ്ങളുടെ പേഴ്സണെ ഒരു കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഈ റിലേഷൻ ഒരു ബെറ്റർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ കൺഫ്യൂസ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണെ എന്നാണ് കാണിക്കുന്നത്. അത് ഈ റിലേഷനിൽ അവര് മനഃപൂർവ്വം അകന്ന് നിൽക്കുന്നതിനൊരു റീസൺ ആണ് എന്നാണ് കാണിക്കുന്നത്. ദ വേൾഡ് കാർഡാണ്. ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് വരും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഈ റിലേഷൻ ഒരു മുന്നോട്ട് കൊണ്ടുപോവാതെ സ്റ്റെക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ റിലേഷനിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും, മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, ഒരു മൂവ്മെന്റ് ഈ റിലേഷനിൽ മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ടെൻ ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ഒറ്റപ്പെട്ട പോലെയാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ റിലേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരുപാട് മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്ത് സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ നല്ലതെല്ലാം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്സിൽ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഈ ഒരു റിലേഷനിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ആത്മാർത്ഥത, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഇന്റൻസ് ആയിട്ട് സ്നേഹിച്ചത് കൊണ്ട് തന്നെ നിങ്ങളെ ഇത് ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആക്കുന്നു ഈ ഒരു സെപ്പറേഷൻ എന്നാണ് കാണിക്കുന്നത്. ദ സ്റ്റാർ കാർഡാണ്. ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ടൊരു ഹോപ്പ് ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇപ്പോഴ് നിങ്ങൾക്ക് നഷ്ടമായി എന്ന് കരുതുന്ന കാര്യങ്ങളിൽ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അവിടെ ഒരു പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് കാണിക്കുന്നുണ്ട് മുന്നോട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ആ ഒരു ബ്ലെസ്സിങ്സ് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുൾ മൂൺ ഡേ ആണ് ഇന്ന് കേട്ടോ. എല്ലാവരും നൈറ്റ് ഫുൾ മൂൺ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റിലേഷൻഷിപ്പ് തിരിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ മെഡിറ്റേഷന്റെ കാര്യം അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ
ഇവിടെ ദ മജീഷ്യൻ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഈ റിലേഷന്റെ കാര്യത്തിൽ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യും. ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് മുന്നോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി മാനിഫെസ്റ്റ് ചെയ്യണം. നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവാൻ നിങ്ങൾ സമ്മതിക്കരുത്. പ്രത്യേകിച്ച് ഈ ഫുൾ മൂൺ ഡേയ്സിലൊക്കെ ഭയങ്കര എനർജി ഉള്ള ഒരു സമയമാണ്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ നെഗറ്റീവ് കൊടുത്താൽ നെഗറ്റീവ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലോട്ട് അട്രാക്റ്റഡ് ആവുന്നത്. അപ്പൊ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങൾ ഫുൾ മൂണിനെ നോക്കി ഇരുന്ന് നിങ്ങളത് കുറച്ച് സമയം ഫുൾ മൂണിനെ പീസ്ഫുൾ ആയിട്ട് നോക്കി ഇരുന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഇമാജിനേഷൻ, അതായത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള നല്ല മൊമെന്റ്സ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന്, ഈ പേഴ്സൺ തിരിച്ചു വന്നതിനൊക്കെ യൂണിവേഴ്സിനോട് നിങ്ങൾ താങ്ക് യു പറയാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കുറച്ച് സമയം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം. ദ ഹാങ്ഡ് മാൻ ആണ് ഇവിടെ. നിങ്ങൾ പേഴ്സൺ ഒരു സ്റ്റെക്കായിട്ട് നിൽക്കുവാണ്. ഈ തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് സ്റ്റെക്കായി നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നും അവർ പുറത്ത് വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോഴവർ സ്റ്റെക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മാനിഫെസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും എന്ന് തന്നെ കാണിക്കുന്നത്. യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് അതിനെല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇവിടെ. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതുന്ന കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന എനർജിയാണ്. നിങ്ങളിപ്പം ഈ റിലേഷൻ എനിക്ക് കംപ്ലീറ്റ്ലി ഇല്ലാണ്ടായി പോയി എന്ന് കരുതി നിങ്ങൾ ഡെസ്പായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് തിരികെ വരും. ഇവിടെ ഒരു റീബർത്ത് മുന്നോട്ടുണ്ടാവും എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാർഡ് നോക്കാം. ഗാർഡിയൻ എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പ്രണയം നിങ്ങളോട്ട് തിരിച്ചു വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഏഞ്ചൽസിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ചാലഞ്ചസ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ പേഴ്സൺ അകന്ന് നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ അതൊരു ചലഞ്ച് തന്നെയാണ്. കാരണം മാനസികമായിട്ട് അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പെയിൻഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാലഞ്ച് നിങ്ങൾ മുന്നോട്ട്, ഈ ചലഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഈ ചലഞ്ചസ് നിങ്ങൾക്ക് തരുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു കർമ്മ എൻഡായി പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കർമ്മ എൻഡായി പോകുമ്പോഴാണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത് കേട്ടോ. യെസ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഭാഗ്യവും സൗഭാഗ്യവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഒരു ബ്ലെസ്സിങ്സ് ആണ് വെയിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിറ്റീവ് ചേഞ്ചസ് നിങ്ങൾക്ക് മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. സ്പൈ എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർ മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണ്, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ അവർ അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ സ്പൈ ചെയ്യുന്നുണ്ട്, സോഷ്യൽ മീഡിയ വഴി സ്പൈ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും അവർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പോഴും അവർക്ക് നിങ്ങളോട് ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, വെക്കേഷൻ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്കൊരു ട്രാവലിംഗ് അല്ലെങ്കിൽ ഒരു യാത്ര, ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര ആയിരിക്കാം. അങ്ങനെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒന്നിച്ച് ചേരാനുള്ള ഒരു സിറ്റുവേഷൻ അതൊക്കെ ക്രിയേറ്റഡ് ആവും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു ട്രാവലിംഗ് എന്തായാലും നിങ്ങൾക്ക് മുന്നോട്ടുണ്ടാവുന്നതായിട്ട് കാണുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ഭരണി 1993, ജൂൺ 1989,
1995. ലെറ്റർ എൻ. ഉത്രട്ടാതി, ചോതി, അശ്വതി. 1998. ലെറ്റർ വൈ. ലെറ്റർ സി. അനീഴം, കാർത്തിക. ലെറ്റർ ആർ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.